ട്രംപുമായിട്ടുള്ള വ്യക്തിപരമായ സൗഹൃദമൊന്നും ഒരു പ്രശ്നമല്ല. അമേരിക്കക്ക് അമേരിക്കയുടെ താല്പര്യമല്ലാതെ വേറെ ഒന്നില്ല. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇറക്കുമതി തീരുവയെല്ലാം സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ മേന്മ പറഞ്ഞ് ലോക വ്യാപാര കരാറിൽ ഇല്ലാതാക്കി. അങ്ങനെ നമ്മുടെ സമ്പദ്ഘടനയെ തുറന്നിട്ടതിന് ശേഷം ഇപ്പോൾ അമേരിക്ക പറയണ് അമേരിക്കയുടെ ചൽപ്പൊടിക്ക് നിന്നില്ലെങ്കിൽ അങ്ങോട്ടുള്ള ഇറക്കുമതി തടയുമെന്നുള്ളത്. അതാണിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ രക്ഷാകവചങ്ങളൊക്കെ ഇല്ലാതായി. അമേരിക്ക ഇന്ന് അവർ ഏകപക്ഷീയമായിട്ട് തീരുവ ചുമത്തുകയാണ്. ഇപ്പം എന്താ ഇന്ത്യയുടെ തർക്കം? ഇന്ത്യയിൽ ഇന്നും ഭൂരിപക്ഷം ജനങ്ങൾ കാർഷിക മേഖലയെയാണ് ഉപജീവനം നടത്തുന്നത്. ഇത്രയേറെ ആളുകൾ ഒരു മേഖലയെ ആശ്രയിക്കുമ്പോൾ അതിന് സംരക്ഷണമാകാമെന്ന് ലോക വ്യാപാര കരാറിൽ തന്നെ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാർഷിക വിഭവങ്ങൾക്ക് സംരക്ഷണം നൽകി വന്നിട്ടുള്ളത്. കാരണം എത്രയോ കോടി ആളുകളുടെ ഉപജീവനമാണ്. ഇപ്പോൾ റബ്ബറിൻ്റെ പ്രശ്നം, റബ്ബറിനെ വ്യവസായ ഉൽപ്പന്നമായിട്ടാണ് കരുതുന്നത്, കാർഷിക ഉൽപ്പന്നമായിട്ടല്ല. അതിനെതിരായിട്ടാണ് കേരളം വലിയ സമരവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ പരിമിതമായിട്ട് ഇത്ര കോടി ആളുകൾ ഉപജീവനം നടത്തുന്നത് കൊണ്ട് അതിനുള്ളൊരു സംരക്ഷണം അമേരിക്കയിലേക്ക് വില കുറച്ച് കയറ്റുമതി ചെയ്യാനൊന്നുമല്ല. ഇവിടുത്തെ ഗോതമ്പൊന്നും അങ്ങോട്ട് പോകത്തില്ല. നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനെ അമേരിക്ക ഏകപക്ഷീയമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഇന്ത്യയുടെ കാർഷിക മേഖലയിലുള്ള സംരക്ഷണങ്ങൾ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഞങ്ങൾ 25% നികുതി ചുമത്തും എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കാണിക്കുന്നത് അമേരിക്കയുടെ നഗ്നമായിട്ടുള്ള സാമ്രാജ്യത്വ മോഹങ്ങളാണ്. അത് വൈസ് പ്രസിഡന്റ് വാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയണ്, ഞങ്ങൾ ഈ ലോക വ്യാപാര കരാറിനൊക്കെ സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് അമേരിക്ക മത്സരിച്ച് മുന്നേറുമെന്നാണ്. എന്നാൽ അമേരിക്ക പുറകോട്ട് പോവുകയാണ് ചെയ്തത്. അതിന് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് നഗ്നമായിട്ട് അദ്ദേഹം പച്ചയായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞു. അപ്പോൾ യഥാർത്ഥ പ്രശ്നം ഇതാണ്. യഥാർത്ഥ പ്രശ്നം ആഗോള സാമ്പത്തിക ഘടനയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം ക്ഷീണിച്ചുകൊണ്ടിരിക്കുക, നന്നായിക്കൊണ്ടിരിക്കുകയല്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അമേരിക്ക പഴയതുപോലെ വില്ലനാക്കാൻ വേണ്ടിയിട്ട്, മഹാനാക്കാൻ വേണ്ടിയിട്ട് അവിടെ ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ്. അത് ഫലവത്താവാൻ പോകുന്നില്ല. ലോകത്തോട് മുഴുവനും അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വഖഫ് ഇന്നലെ ചർച്ച ചെയ്തു. അതിൽ പിന്നെ രാഹുൽ ഗാന്ധി രാജ്യസഭ കിടക്കണ്ടേ, ബാക്കി അവിടെ കാണാം. രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തില്ല, പ്രിയങ്ക പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വിമർശനം. കോൺഗ്രസിന് രണ്ട് മനസ്സാ. ഒന്ന്, BJP വടക്കേ ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങളെ വർഗീയമായിട്ട് തലതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് അവരുടെ വോട്ട് കൂടി വേണം. അതിന് പറ്റുന്ന മൃദുഹിന്ദുത്വ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും. എന്നാൽ ദക്ഷിണേന്ത്യയിലാണ് കോൺഗ്രസിൻ്റെ പിന്തുണ. അവിടെ മതനിരപേക്ഷ നിലപാട് ശക്തമായി പറയുകയും വേണം. അപ്പോൾ നമ്മുടെ വേട്ടപ്പെട്ടിയെ പോലെയാണ്, മുയലിനെ പോടുകയും അതോടൊപ്പം തന്നെ അതിനെ ഹണ്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത്.